പ്രിലിംസിന് ശേഷം ഇനി എന്ത്? 100 മാർക്ക് വീതമുള്ള 3 പേപ്പറുകളുടെ മെയിൻസ് പരീക്ഷയാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് ആളുകൾക്ക് ഒരുപാട് ആകുലതകളും ആശങ്കകളുമുണ്ട്. ഈ പരീക്ഷ എങ്ങനെയാണ്, ഓരോ പേപ്പറുകളും എന്താണ്, എങ്ങനെ തയ്യാറെടുക്കണം മുതലായ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടൊരു വീഡിയോ KAS Mentor ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസമായി ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി KAS Mentor നടത്തുന്ന പരിപാടികൾ ഇവയാണ്. ഫുൾ ടെസ്റ്റുകൾ ഉൾപ്പെടെ സിലബസിന്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന 60-ലധികം പരീക്ഷകളും ആൻസർ പേപ്പർ ഇവാലുവേഷനുമായി എഴുത്ത് എന്ന പ്രോഗ്രാം 2 ഘട്ടങ്ങൾ സമാപിച്ചിരിക്കുന്നു. 70-ലധികം ലൈവ് സെഷനുകളിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് സിലബസിന്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തു കൊടുക്കുന്ന മെയിൻസ് ലൈവ് സെഷൻ എന്ന പ്രോഗ്രാമിന്റെ 1ാം ഘട്ടം അവസാനിച്ചിരിക്കുന്നു. റിസൾട്ടിന് ശേഷം ഇനി എന്ത്? 28-ാം തീയതി മുതൽ ഉദ്യോഗാർത്ഥികൾക്കായി മെയിൻസ് ലൈവ് സെഷനുകൾ വീണ്ടും ആരംഭിക്കും. ഫുൾ ടെസ്റ്റുകൾ ഉൾപ്പെടെ 60-ലധികം ടെസ്റ്റുകളും ആൻസർ കറക്ഷനുമായി എഴുത്ത് 3ാം ഭാഗവും ആരംഭിക്കുന്നു. അതിനോടൊപ്പം ഫുൾ ടെസ്റ്റുകൾ ഉൾപ്പെടെ 12 ടെസ്റ്റുകളുമായി മെയിൻസ് ടെസ്റ്റ് സീരീസും ആരംഭിക്കുന്നു. ഇനി മെയിൻസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയ പ്രശ്നം കമ്പൈൽഡ് മെറ്റീരിയൽ, പ്രത്യേകിച്ച് കേരള വിഷയങ്ങൾക്കുള്ള കമ്പൈൽഡ് മെറ്റീരിയൽ എവിടെ ലഭിക്കുമെന്നതാണ്. കൃത്യമായ റിസർച്ചിലൂടെ KAS Mentor തയ്യാറാക്കിയിരിക്കുന്ന കേരള സിലബസ് ഉൾപ്പെടെ കവർ ചെയ്യുന്ന KASന്റെ മെയിൻസ് ഓറിയന്റഡ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നു. പ്രിലിംസ് പരീക്ഷ എങ്ങനെയായിരിക്കുമെന്നും ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നുള്ള KAS Mentorന്റെ പ്രവചനങ്ങൾ എല്ലാം ശരിയാവുന്ന തരത്തിലാണ് പ്രിലിംസ് പരീക്ഷ നടന്നത്. അതോടൊപ്പം മെയിൻസിനെ കുറിച്ച് കൃത്യമായി റിസർച്ച് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്ന ഈ മെയിൻസ് ഓറിയന്റഡ് പ്രോഗ്രാം തീർച്ചയായും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ 1ാമത്തെ ബാച്ചിലെ ഒരു ഉദ്യോഗസ്ഥനാവാനുള്ള അവസരം നിങ്ങൾക്കായി തുറന്നു തന്നിരിക്കുന്നു. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, കം ജോയിൻ KAS Mentor.